ഹായ് കട്ടപ്പനക്കാരെ, ഇന്ന് ഗായത്രിക്ക് 8 വയസ്സ് പൂർത്തിയാകാണ്. ആരാ ഗായത്രി എന്നല്ലേ? ഗായത്രി കട്ടപ്പനയിലാണ്. അതെ, നമ്മുടെ ഗായത്രി വെഡിങ് സെന്ററിന് ഇന്ന് 8 വയസ്സ് പൂർത്തിയായി 9ലേക്ക് കടക്കുകയാണ്. ഈ 8 വർഷവും ഗായത്രി കട്ടപ്പനക്കാർക്ക് വലിയ അത്ഭുതങ്ങളാണ് തന്നിരുന്നത്. ഇനിയും അങ്ങോട്ടും ഒരുപാട് അത്ഭുതങ്ങളുമായിട്ട് ഗായത്രി നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ആഘോഷ പാർട്ടിയിലേക്ക് പോകാം. നമ്മുടെ ഗായത്രി വെഡ്ഡിംഗ് സെൻറ്ററിന് ഇന്ന് 8 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഗായത്രി നമ്മുടെ കട്ടപ്പനക്കാരുടെ എല്ലാവരുടെയും മനം കവർന്നു. വിഷു ആയാലും റംസാൻ ആയാലും ക്രിസ്മസ് ആയാലും നമ്മുടെ ഏത് ആഘോഷമാകട്ടെ, അപ്പോൾ നമ്മുടെ മനസ്സിലെത്തുന്ന ഒരേ ഒരു പേര് എന്താണ്? ഗായത്രി. ഗായത്രി വെഡ്ഡിംഗ് സെൻറ്റർ ഇല്ലാതെ എന്താഘോഷം അല്ലേ? കട്ടപ്പനയുടെ വികാരമായി തീർന്നിരിക്കുകയാണ് നമ്മുടെ ഗായത്രി. ഇനിയും ഒരുപാട് കാലം നമ്മോടൊപ്പം ഗായത്രി ഉണ്ടാകട്ടെ. അപ്പോൾ 9ാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ ഗായത്രി ഡിസൈൻസ് വെഡ്ഡിംഗ് സെന്റർ എന്ന സ്ഥാപനം കട്ടപ്പനയിൽ ആ കോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കുട്ടിയെ, ഗായത്രിയുടെ ഒരു മകനായിട്ട്, എനിക്ക് മകനില്ല, ഒരു മകനായിട്ട് നമുക്ക് കിട്ടി. ആ മകനെ നമ്മൾ 7 വർഷക്കാലത്തോളം നമ്മൾ ആ കൊച്ചിനെ നമ്മുടെ കൂട്ടായ്മയിലുള്ള നമ്മുടെ പല ആളുകളും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ട്. രാവിലെയൊക്കെ കൃത്യമായിട്ടും പോയി ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി ഡയാലിസിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്കത് ഇന്നലെ വരെ ചെയ്യാൻ പറ്റി. അല്ലേ? ഇന്ന് വണ്ടി പോയിട്ടുണ്ട്. ഇന്ന് വണ്ടി പോയിട്ടുണ്ട്. ഇപ്പം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കും. 11:30 ആകുമ്പോഴാണ് ഡയാലിസ് കഴിയുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ്. ഇനി കേക്ക് കളിക്കാൻ ബിരുദരായ അപ്പോൾ കൂട്ടുകാരെ, ഇപ്രാവശ്യത്തെ വിഷുവും ഈസ്റ്ററും നമ്മുടെ ഗായത്രിയോടൊപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ധൈര്യമായി ഗായത്രിയിലേക്ക് വരിക, പർച്ചേസ് ചെയ്യുക. എല്ലാ കൊല്ലമെന്ന പോലെ വിഷുവിനും ഈസ്റ്ററിനും ഗായത്രിയും ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇപ്രാവശ്യത്തെ വിഷു അടിച്ചു പൊളിക്കാം അല്ലേ? അപ്പോൾ ഗായത്രി എവിടെയാണ്? ഗായത്രി കട്ടപ്പനയിലാണ്. അവർ എല്ലാ വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും ആശംസകൾ.